ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഫെയിൻ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിക്കാഹ് എഗ്രിമെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സെർച്ച് ബട്ടണിൽ പോയിട്ട് ഇസ്ലാമിക് ആർട്ട് കലോഗ്രഫി ഫ്രെയിം എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുറേ ഫ്രെയിംസ് വരും. ആ ഫ്രെയിംസ് എന്ന് ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിന് ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവയാണ്. ക്യാൻവേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ നമുക്ക് ഏത് മോഡലാണോ വേണ്ടത് അത് നമ്മൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് കുറേ മോഡൽസ് കിട്ടും. അത് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ നമ്മൾ ഈ ഫ്രെയിംസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ നമ്മൾ കലോഗ്രഫി ബിസ്മില്ല അതുപോലെയുള്ള ഒരുപാട് കലോഗ്രഫി കൊടുക്കും. മെഹലിക്കിനാക്ക് മസ്വാജൻ അതുപോലെയുള്ള ഒരുപാട് കലോഗ്രഫി കിട്ടും. ആ കലോഗ്രഫി ഇതേപോലെ നമ്മൾ പിൻട്രസ്റ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. നെക്സ്റ്റ് ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് A4 ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഒരു പേജ് കിട്ടും. ഇപ്പോൾ സെർച്ച് ബട്ടണിൽ പോയിട്ട് A4 ഡോക്യുമെൻറ്റ്സ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് A4 സൈസിലുള്ള ഒരു ഷീറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടും. ദെൻ നമ്മൾ ഇവിടെയുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഫ്രെയിംസ് ഫസ്റ്റ് നമ്മൾ ഒരു ഇസ്ലാമിക് ആർട്ട് കലോഗ്രഫി ഫ്രെയിം എന്നില്ല ആ ഫ്രെയിം നമ്മൾ ഏത് ഫ്രെയിമാണോ വേണ്ടത് ആ ഫ്രെയിം നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ക്രോപ്പ് ചെയ്യൊന്നും വേണ്ട, ക്രോപ്പ് ചെയ്യാതെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു മോഡൽ നോക്കണം. അപ്പോൾ ഇതിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത് നമുക്ക് കുറേ മോഡൽസ് അവൈലബിൾ ആണ് പിൻട്രസ്റ്റിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മോഡലാണോ വേണ്ടത് അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ മോഡൽ എടുത്തിട്ട് ബിസ്മില്ലാഹി എന്നുള്ള കലോഗ്രഫി ഉണ്ടല്ലോ ആ കലോഗ്രഫി നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ രണ്ടും 2 കളേഴ്സിലാവും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണോ ആ കളറിലോട്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ക്രോപ്പ് ചെയ്തിട്ട് ഒരു സൈസിൽ ക്രോപ്പ് ചെയ്തിട്ട് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ കളറിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ആ കളർ എങ്ങനെയാണോ കിട്ടുന്നത് അത് നോക്കിയിട്ട് വേണം അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്തിട്ട് കളർ എങ്ങനെയാണോ ഇതിലോട്ട് സ്യൂട്ടായിട്ട് വരുന്നത് അതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിലപ്പോൾ ബ്രൈറ്റ്നെസ് കൂട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളർ കിട്ടും. ചിലപ്പോൾ ബ്രൈറ്റ്നെസ് കുറയ്ക്കുക അതിൻ്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ കിട്ടും ഇതിൻ്റെ. നെക്സ്റ്റ് ഇതിൽ മോഡൽസ് ഉണ്ടാവും. അപ്പോൾ ഈ മോഡൽസിൽ കുറേ കോഡ്സ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ഇതിലുള്ള കോഡ്സ് ഏതാണോ വേണ്ടത് ആ കോഡ്സ് ജസ്റ്റ് നമ്മൾ വാട്സപ്പിലോട്ട് ഇങ്ങനെ ഇതുപോലെ എൻ്റർ ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ ഇതിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിലോട്ട് എൻ്റർ ചെയ്തിടാം. എന്നാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതെടുത്തിട്ട് ഈ ഫ്രെയിമിലോട്ട് കോപ്പി ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്ക് ആ മോഡൽ ഏതാണോ ആ മോഡലിൽ നിന്ന് നമുക്ക് ഇതുപോലെയുള്ള കുറേ കോഡ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ നേരത്തെ വാട്സപ്പിൽ കണ്ടില്ലേ അതുപോലെ ഇവിടെ ജസ്റ്റ് പേസ്റ്റ് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ വരും. പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന്
ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവയിൽ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് പിക്സാർട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ് ക്യാൻവയിൽ. അപ്പോൾ ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ക്യാൻവ കുറച്ചും കൂടെ ഈസിയാണ് കാര്യം നമുക്ക് ചെയ്യാനൊക്കെ. പിന്നെ അതുപോലെ തന്നെ കുറേ ടെംപ്ലേറ്റ്സ്, കുറേ ഫ്രെയിംസൊക്കെ നമുക്ക് ക്യാൻവയിൽ തന്നെ അവൈലബിൾ ആണ്. പിക്സാർട്ടിൽ അവൈലബിൾ ആണ്, പക്ഷേ ക്യാൻവയിൽ കുറച്ചും കൂടെ നമ്മളിങ്ങനെ ഗ്രാഫിക് ഡിസൈൻസിനൊക്കെ പറ്റിയൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് ക്യാൻവയിൽ നിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഫോണ്ടുകൾ മാറ്റി കൊടുക്കാം. ഇതിൽ ഒരുപാട് ഫോണ്ട്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റി കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അതിൽ നമ്മൾ സെലക്ട് ചെയ്ത മോഡലിൽ എന്തൊക്കെയോ കോഡ്സ് ഉണ്ടോ അതൊക്കെ ഇതേപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പേസ്റ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് വാട്സപ്പിലോട്ട് ജസ്റ്റ് ഇങ്ങനെ എല്ലാം എൻ്റർ ചെയ്തിടുക. അത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കോപ്പി അടിച്ചിട്ട് ഇവിടെ പേസ്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്കൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ടിൽ ടെക്സ്റ്റ് ഉണ്ടാവും. ആ ടെക്സ്റ്റിൽ പോയിട്ട് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്യാൻവയിൽ പോയിട്ട് ഇത് പേസ്റ്റ് അടിച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. നമുക്കിതേപോലെ എല്ലാം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം.
പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളെടുത്ത മോഡലിലും ഏതൊരു മോഡലിലാണെങ്കിലും ബ്രൈഡ് ഗ്രൂം എന്ന് പറഞ്ഞിട്ട് ഒരിത് വരും. അപ്പോൾ ബ്രൈഡ് എന്ന് കൊടുത്തിട്ട് ഇതുപോലെ ബ്രൈഡ് എന്നുള്ള നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കൊടുത്തിട്ട് ഫോണ്ട് ചേഞ്ച് ചെയ്യുക, നമുക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ലൈന് വരുന്ന താഴെ നമ്മൾ സൈൻ ചെയ്യാനുള്ള ഒരു ലൈന് വരുമല്ലോ, ആ ലൈന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻവയിൽ പോയിട്ട് സെർച്ച് ഓപ്ഷൻ വരും. ആ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ലൈൻസ് എന്ന് കൊടുക്കുക. അങ്ങനെ ലൈൻസ് എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കാണിക്കും. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ലൈനാണ് സെലക്ട് ചെയ്യുക. വെർട്ടിക്കൽ ലൈന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ വെർട്ടിക്കൽ ലൈനിനെ ജസ്റ്റ് കട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു നമുക്ക് എത്ര പോർഷനാണോ വേണ്ടത് അത്ര പോർഷൻ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അവിടെ അധികം ബ്ലാക്ക് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ചിലപ്പോൾ നമുക്കതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്തെടുക്കാം. ഇവിടെ കളർ ഓപ്ഷനിൽ പോയിട്ട് ബ്ലാക്ക് അല്ല ഇനി വൈറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് വൈറ്റ് ആയിരിക്കും സൂട്ടാവുക. അപ്പോൾ വേണമെങ്കിൽ വൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ അതേ ആ ലൈന് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഗ്രൂം എന്നുള്ളതിൻ്റെ താഴെ അങ്ങനെ കൊടുത്താൽ മതി. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം.